വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. ഇന്ന് നമ്മൾ കണ്ണൂർ മുതൽ ഏതാണ്ട് എടക്കാട് വരെയുള്ള ഒരു NH66 വർക്കിൻ്റെ അപ്ഡേറ്റ് ആണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കണ്ണൂർ ഭാഗത്ത് എടക്കാടിൻ്റെ നടുവിലായിട്ട് നല്ല വ്യത്യാസം കാണാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, അവിടെ മുൻപേയുള്ള ഒരു ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസിൻ്റെ ഒക്കെ വർക്ക് ഏതാണ്ടൊരു 60% റേഞ്ചിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളെ ബൈപ്പാസ്, പുതിയ കണ്ണൂർ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ തന്നെ നല്ല രീതിയിലുള്ള വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളോട്ടുള്ള വർക്ക് എടുക്കാനുള്ള സമയക്കുറവ് ഉണ്ട്. നോക്കിയിട്ട് അത് കൈകാര്യം ചെയ്യും. ചിലപ്പോൾ ഉള്ളോട്ടുള്ള വർക്കും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും. ഏതാണ്ട് നമ്മൾ കണ്ണൂർ ബൈപ്പാസിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ്, ഇവിടെ നിന്നാണ് കണ്ണൂർ ബൈപ്പാസ് തുടങ്ങുന്നത്. അത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് തുടങ്ങി ഏതാണ്ട് നമ്മളെ പാപ്പിനിശ്ശേരി ഭാഗത്ത് എത്താറാവുമ്പോൾ ഒരു ഭാഗത്താണ് നമ്മൾ എൻ്റർ ആവുന്നത്. ഇവിടുന്ന് എൻ്ററായി അവിടെ എക്സിറ്റ് ആവുന്ന ഭാഗം അവിടെയാണ് വരിക. നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ കണ്ടൊരു കാഴ്ചയിലല്ല, ഒരു തൂണിന്റെ മേലെ നമ്മൾ സ്പാൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം റെഡിയായി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നടക്കും വർക്ക്. ഇത് ഏറ്റവും ലാസ്റ്റ് തുടങ്ങിയ ഒരു ബൈപ്പാസിന്റെ വർക്കാണ്. നമ്മൾ മുന്നേ ഒക്കെ ഈ കൊയിലാണ്ടി ഭാഗത്തൊക്കെയുള്ള ബൈപ്പാസ് ഒക്കെ തുടങ്ങി എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബൈപ്പാസിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുണം, അതായത് കണ്ണൂർ ടൗണിൽ ഇപ്പൊ നമ്മൾ തലശ്ശേരി ടൗണിൽ ബ്ലോക്ക് ഇല്ല. അതായത് ബൈപ്പാസ് വന്നതിന് ശേഷം വളരെ നല്ല രീതിയിലുള്ള യാത്രാസുഖമുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ഗുണമായിരിക്കും ആ ഒരു ബൈപ്പാസ് എന്നൊരു സിസ്റ്റം. കാരണം ടൗണിൽ ആവശ്യക്കാർ, അതായത് നമ്മളെ നാട്ടുകാർ മാത്രം പോകുന്ന ഒരു അവസ്ഥ, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റു സ്ഥലത്തുനിന്ന് വരുന്ന ആളുകൾ കയറിയാൽ അത്രയും തിരക്ക് കുറയുമല്ലോ. ആ ഒരു തിരക്ക് കുറവ് ഇപ്പൊ തലശ്ശേരിയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു തലശ്ശേരി മാഹി ഭാഗത്തുള്ള ആ ഒരു ഗുണം ബൈപ്പാസ് വന്നതിന്റെ ശരിക്കും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും അത് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും. ഇപ്പൊ ഞാൻ ഏതാണ്ട് ചാലക്കുന്നിന്റെ മുകളിലെത്തി. ചാലക്കുന്ന് സത്യം പറഞ്ഞ പണ്ട് കണ്ട ഒരാൾക്ക്, ഒരു വർഷം മുന്നേ കണ്ടയാൾക്ക് ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഏതോ സ്ഥലത്ത് എത്തിപ്പോയി എന്നുള്ളൊരു ചിന്ത വരും. കാരണം വെച്ചാൽ അങ്ങനെ ഒരു മാറ്റം ഈ ഒരു ചാലക്കുന്നിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചാലക്കുന്നിൽ ഈ ഒരു ഹൈറ്റ് ആയിരിക്കില്ല വാഹനം ഓടുന്നത്, ഇതിലും താഴ്ന്നിട്ടായിരിക്കും. ഈ കൽവേട്ടിന്റെ അപ്പുറത്ത്, ഇതിന്റെ അപ്പുറത്തായിട്ട് കുറച്ചപ്പുറത്തോട്ട് ഒരു റോഡ് ഇപ്പോൾ പോകുന്നത് കാണാൻ സാധിക്കും. ആ താഴ്ന്നിട്ടുള്ള ആ റോഡ് വഴിയാണ് പുതിയ റോഡ് വരിക. ആ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു അപകട വളവ് ഇപ്പോൾ കാണാം. അപകട വളവ് എന്ന് വെച്ചാൽ മുന്നേ ആയിരുന്നു ശരിക്ക് അതൊരു ഭീകരമായൊരു വളവായിരുന്നു. ഇപ്പോഴും അതെ, പക്ഷെ ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട്, ഇവിടെയുള്ള കാടും പടലും ഒക്കെ മാറ്റിയത് കൊണ്ട് വലിയൊരു അപകടം ഇല്ലാത്തൊരു ഫീല് വരുന്നതാണ്. അതൊക്കെ മാറി നിരപ്പായിട്ട് നേരെ ലെവലിൽ വലിയ രീതിയിലുള്ള കയറ്റമിറക്കം ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു റോഡായി മാറും ഈ ഒരു ഭാഗം. അത് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. ഏതാണ്ട് നമ്മൾ ചാലക്കുന്നിന്റെ ഒരു അപകട വളവിലേക്ക് എത്തുന്നുണ്ട്. ഈ അപകട വളവ് ഇതൊരു കുപ്രസിദ്ധി ആർജിച്ചാണ്. കാരണം പണ്ട് നമ്മളിവിടെ ഒരു ടാങ്കർ ലോറി ദുരന്തം ഉണ്ടായിട്ട് വളരെ കുറേ ആളുകൾ വെന്ത് മരണപ്പെട്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു കോൺ ഷേപ്പിലുള്ള വളവാണ്. ആ വളവ് മാറ്റി വലിയ രീതിയിലുള്ള നല്ലൊരു കർവ്ഡ് ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വളവാണ് ഇവിടെ വരിക. അതിന്റെ വർക്ക്, അതിന്റെ ഒരു ഫ്ലൈ ഓവർ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ആ ഫ്ലൈ ഓവർ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെയുള്ള വർക്ക് തീർന്ന് വാഹനം ഈ ഒരു റോഡിലേക്ക് കൂടി വിടാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇപ്പം നമ്മൾ വളയുന്നതാണ് ഏറ്റവും അപകടം വിളിച്ച ഈ ഒരു നാഷണൽ ഹൈവേ 66 കണ്ണൂർ ഭാഗത്തുള്ള വളവ്. നേരെ പോയി കഴിഞ്ഞാൽ ധർമ്മടം ഭാഗത്തേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ വളഞ്ഞു. ഇത്
NH66 കണ്ണൂർ ബൈപ്പാസ്, പണ്ടത്തെ താഴെ ചൊവ്വ ബൈപ്പാസാണിത്. അപ്പോൾ ഈ ഒരു ബൈപ്പാസിൽ ഏറ്റവും അപകടകരമായ ഒരു വളവുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് വീതി, അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു വളവാണ്, നേരെ അങ്ങോട്ടേക്ക് കർവ്ഡായിട്ട് അങ്ങോട്ട് പോകും. ഇപ്പോൾ ഒരു പുതിയ റോഡിലേക്കൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള വർക്ക് നടന്നിട്ടില്ല. ഇവിടെ ഇരുവശത്തും മണ്ണ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ, കാരണം ആ ഒരു പാലം ആവുന്നതോടുകൂടി മാത്രമാണ് ഇത് ഓപ്പൺ ആക്കി കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് വർക്ക് കുറേയേറെ തീർന്നിട്ടുണ്ട് ഇവിടെ. എന്തായാലും ഒരു 2-3 മാസം മുന്നേ ഉള്ള ഒരു രീതിയിലല്ല ഇവിടെയുള്ള റോഡ് ഉള്ളത്. നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, നല്ല മാറ്റം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, കാഴ്ചക്ക് നല്ല ഭംഗിയുമായിട്ടുണ്ട്. കാരണം വർക്ക് കുറേയേറെ തീർന്ന് കൽവേർട്ടൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് എന്താ പറയുക, ഫൈനൽ വർക്കിൻ്റെ സമയമാകുമ്പോഴേക്ക് ക്ലിയർ ആക്കിയാൽ മതി. ഇരുവശത്തും നാട്ടിലുള്ള കാര്യമായ 2 ആതുര സേവനാലയങ്ങളാണ്, ഹോസ്പിറ്റൽസാണ്, മിംസും ബേബിയും. അപ്പോൾ അതിൻ്റെ നടുവിൽ ഇവിടെയും നല്ല രീതിയിൽ ഒരു എക്സിറ്റ് എൻട്രി ഉണ്ടാവും. കാരണം ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാനും മറ്റുമൊക്കെ ആയിട്ടുള്ള എക്സിറ്റ് എൻട്രീസ് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാലും കുറേയേറെ വർക്കുകൾ നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള വൺ സൈഡ് റോഡിലേക്ക് കൂടിയാണ് പോവുക. 3 വരി പാതയുടെ കൃത്യമായിട്ടുള്ള അളവിലുള്ള വൺ സൈഡ് റോഡിലേക്ക് കൂടിയാണ്. ഇരുവശത്തും ഏതാണ്ട് റോഡ് വർക്ക് തീർന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങളിലുള്ള വർക്കിൻ്റെ കംപ്ലീഷൻ ആവാത്തത് കൊണ്ടാണ് ഇരുവശത്തും ഓപ്പൺ ആക്കി കൊടുക്കാത്തത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ വർക്ക് തീരുമെന്നുള്ളൊരു പ്രതീക്ഷയല്ല, അത് ഏതാണ്ട് തീർന്നു. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇരുവശത്തും പരിപൂർണമായിട്ട് തീർന്ന ഒരു അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ കാണുന്നുണ്ടാവും. എന്തായാലും നല്ല വ്യത്യാസം തന്നെയാണ് നമ്മളെ റോഡുകളിൽ പ്രകടമായി കാണുന്നത്. ഏതാണ്ട് ഒരു എന്തായാലും 2024, 25, 26 ആകുമ്പോഴേക്ക് പരിപൂർണമായി തീർന്ന് നല്ല രീതിയിലുള്ള റോഡ് സിസ്റ്റത്തിലേക്ക് കേരളം എത്തിപ്പെടും എന്ന് ഒരു നിസ്സംശയം പറയാൻ പറ്റും. ചില ആളുകളൊക്കെ NH66 മണ്ടത്തരാണ്, മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വേഗതയിലെത്തുക, അതേപോലെ തന്നെ കുറച്ചുകൂടി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ വാഹനം വേഗതയിൽ ഓടിക്കുന്നത് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കുറയും. പക്ഷെ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് വലിയ കാര്യം. കാരണം നമ്മൾ മുന്നേ കുഞ്ഞിപ്പള്ളി എത്തി എൻ്റെ വീട്ടിൽ, അതായത് അണ്ടലൂർ ധർമ്മടത്തുള്ള എൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഏതാണ്ട് വീണ്ടും 1 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ എൻ്റെ വീട്ടിലെത്തും. അതാണ് അവസ്ഥ. അതായത് മാറ്റം എന്ന് പറയുന്നത് അതാണ്. നമ്മളെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിപ്പം നടക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ശേഷമുള്ള ഒരു പാർട്ട് കൃത്യമായിട്ടുള്ള വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ. ഓക്കെ, താങ്ക് യു.